ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റാരോടെങ്കിലും എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Okay, 3 of Swords, 7 of Swords, 9 of Pentacles, 5 of Wands, Devil energy, and okay, 4 of Swords. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊന്നും നമ്മൾ എടുത്ത റിലേഷൻഷിപ്പിലൊന്നും ഇത്രയധികം ഒരു സങ്കീർണത കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആരുടെയൊക്കെ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സഹിച്ച വേദന, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, അങ്ങനെ അങ്ങനെ നിങ്ങൾ കടന്നു പോയ എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് അത്രത്തോളം ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോഴും ഓക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസാന്നിധ്യം എന്നുള്ളതേ പറയാനുള്ളൂ. കാര്യം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു കാർഡ്സാണ്, ഒരു 5-6 കാർഡാണ് ഇവിടെ ഉള്ളതെങ്കിലും ആ ഓരോ കാർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചീറ്റിംഗ്, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഫസ്റ്റ് 2 കാർഡ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു 3 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 7 ഓഫ് സോഡ്സ് എനർജിയാണ്. അതായത് നിങ്ങൾക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം തന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഹൃദയം കുത്തി ഇറക്കുക നമ്മൾ പറയില്ലേ, കത്തി കുത്തി ഇറക്കുന്ന ആ ഒരു വേദന നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എങ്ങോട്ടോ മാറിപ്പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ എനർജി, ഇൻഡിപെൻഡൻ്റ് എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതൊരു ഫെമിനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീമെയിൽ തന്നെ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളത് ജെൻഡർ വൈസ് പറയുന്നതല്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങൾ വേദനിക്കും എന്നറിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദന കണക്കാക്കാതെയാണ് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. അതാണ് ഇവിടെ ഒരു അതിനുള്ളൊരു ഇമ്പോർട്ടൻസ്. നമ്മളുടെ പാർട്ട്ണർ വേദനിക്കുന്ന അറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് തീരാ ദുഃഖമാണ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടും അത് ഗൗനിക്കാതെ സ്വന്തം വഴിയിലേക്ക് പോയിട്ടുള്ളത്. അതൊരു ഗ്രീനറി സൈഡ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സണിലേക്കായിരിക്കാം പോയിട്ടുള്ളത്. എങ്ങനെ വേണമെന്നുണ്ടാകും നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, വഴക്കുകൾ, ആർഗ്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും തേർഡ് പാർട്ടിയും, അല്ലെങ്കിൽ പേഴ്സണും തേർഡ് പാർട്ടി, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊക്കെ ആയിരിക്കും. കാരണം ഇതിലൊരു കലഹം നമുക്ക് നല്ലപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചില റീഡിങ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് തേർഡ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ സൈലൻ്റ് ആയിട്ട് തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാമായിരിക്കാം, പക്ഷേ പ്രകടമായിട്ട് വലിയ പൊട്ടിത്തെറികൾ ഇല്ലാതെ നമ്മളെ വേദനിപ്പിച്ചിട്ട് പോകുന്ന സംഗതികളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു എനർജി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കലഹം, ബഹളങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടൊരു കടിപിടി കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു വലിയൊരു വഴക്ക്, വലിയൊരു ബഹളം
അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻ്റ്ലി നോ കോൺടാക്റ്റ് ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ ആ ഒരു ഐസൊലേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയേറെ ഒരു ബാക്കപ്പ് ഹിസ്റ്ററി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് വിട്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്റ്റിൽ ഇതിനകത്ത് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. പേഴ്സൺ അത്ര ഹോണസ്റ്റ് ആയിരുന്നില്ല. ഇതിനകത്ത് ചതിവ് കാണിച്ചിട്ടുണ്ടെന്നറിയാം. തേർഡ് പാർട്ടി സ്ട്രോങ് ആണെന്നറിയാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് കടക്കാനും കഴിയുന്നില്ല. ഇതിനകത്ത് തന്നെ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി പുറത്ത് കടക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും മനസ്സ് അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണ് മാപ്പ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ളവരായിരിക്കാം. കാരണം അത്രമേൽ ഒരു ഇൻറ്റിമസി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആണ് ഈ ഒരു പേഴ്സണിൽ. അപ്പോൾ അങ്ങനെ ഒരു അഡിക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു എന്നായിക്കോട്ടെ, നമുക്ക് പല കാര്യങ്ങളിലുള്ളൊരു തിരിച്ചറിവുണ്ടായാൽ പോലും നമുക്ക് ആ ഒരു വ്യക്തിയെ വിട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒബ്സഷനോ അഡിക്ഷനോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. അതെല്ലാം നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മളൊരു ട്രയാങ്കിൾ ലവ് എനർജി എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സംഗതി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആരുടെയൊക്കെയോ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഫേസ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അത്രയേറെ ഒരു കണ്ണീരിട്ട് ജീവിച്ച വ്യക്തിയാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ്. അപ്പം അത്രയും ആ ഒരു ദുഷ്കരമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയോടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയുടെ എനർജിയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആരോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവർക്ക് നിങ്ങളോടുള്ളൊരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫൂൾ, 4 of Wands, Ace of Wands, Table energy, Judgment, 4 of Cups, Page of Wands, Tower, 3 of Cups, Star, 8 of Pentacles, Death and Rebirth, Queen of Swords, Knight of Pentacles, Seven of Pentacles, 9 of Wands, 3 of Pentacles, and 5 of Wands. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യം ഷെയർ ചെയ്യുന്നത് ഒരിക്കലും തേർഡ് പാർട്ടിയോടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇവരവിടെ വളരെ ഹോണസ്റ്റായിട്ട് ആരോടും സംസാരിച്ചതുപോലെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെ അറിയുന്ന ഏതെങ്കിലും വ്യക്തിയോടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആത്മാർത്ഥമായ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിരിക്കാം. കാരണം ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ പറഞ്ഞ പോലെയാണ് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കിയപ്പോൾ കണ്ടു, സൈലൻസ് ആയിട്ടിരിക്കുകയാണ്, രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ അനക്കമൊന്നുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഒരു വലിയൊരു
കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്ന് പറയുന്ന പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, അടിപിടികൾ. ചിലപ്പോൾ തേർഡ് പാർട്ടി തന്നെ ആയിരിക്കാം പ്രശ്നങ്ങൾ കൂടുതൽ വേഴ്സാക്കിയത്. അങ്ങനെ ഒരു വലിയൊരു ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു പ്രഷർ തന്നിട്ടുള്ള ഒരു പാസ്റ്റാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷമാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു നോ കോൺടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സൈലൻസിലേക്കോ നിങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഫൂൾ എനർജി ആൻഡ് ഫോർ ഓഫ് വൺസ് എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവർ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ വരും വരാഴികളൊന്നും നോക്കാതെ ഇതിനകത്തേക്ക് വീണ്ടും വരാനായിട്ട് ഈ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. അവർക്ക് ഇതിനകത്തേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഇത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരെ എത്തിയവരാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തി എന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു ഇൻഡ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സണും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ നേരത്തെ അവിടെ നോക്കിയപ്പോൾ വന്ന 2, 3 കാർഡ്സ് നമുക്ക് ഇതിനകത്തും കാണാം. ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയിൽ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഡബിൾ എനർജി ഉണ്ടായിരുന്നു. ഇവിടെയും നമുക്ക് സെയിം ആ ഒരു ഡബിൾ എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു 5 ഓഫ് വൺസ് എനർജി ഇവിടെ കയറി വന്നിട്ടുണ്ട്. ആ ഒരു പെൻറ്റിക്കിൾസിൻ്റെ എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണക്ഷൻ എന്നോണം തന്നെയാണ് ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, വളരെയധികം ഹോണസ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ ചില കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള തെറ്റുള്ളതെങ്കിലും വേറെ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഇല്ല, അവനാണ് മോശക്കാരൻ അല്ലെങ്കിൽ അവളാണ് എന്ന് കുറ്റം ചാർത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവനവന് തന്നെ അറിയായിരിക്കും നമ്മളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, അവരാണ് എന്നെ ചീറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമ്മൾ അങ്ങനെയുള്ളൊരു കാര്യം കാണുന്നില്ല. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ ഒരു വ്യക്തി. ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കഴിഞ്ഞ പോലെയുള്ള കുറേ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തി വളരെ സൈലൻ്റ് ആയിട്ട് പോയതോ, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് മാറി നിന്ന പോലെ പോയതൊക്കെ അതുകൊണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പലതും അറിയാമെങ്കിലും ഈ ഒരു പേഴ്സണും വീണ്ടും ഇതിലേക്ക് വരാനായിട്ട് അത്രയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സൈക്കിൾ വിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണോ സംഭവിച്ചത്, നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മാറിപ്പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ വിചാരിച്ചിട്ടുണ്ടാവും, ഓക്കെ എനിക്ക് എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു രീതിയിലായിരിക്കും ആ ഒരു വ്യക്തി പോയിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട്, അല്ലെങ്കിൽ അവരത് പറയുന്നത് നിങ്ങളെ വിട്ട് പോകാൻ കഴിയുന്നില്ല, എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരു ഫിയർ ഉണ്ട്. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത്, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളൊരു കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മ ഈ ഒരു വ്യക്തിയെ തേടി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് ചെയ്ത കാര്യം ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അവർ ആ ഒരു കർമ്മയെ പേടിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ നിങ്ങളുടെ ശാപം കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ് പോകുന്നതെന്നുള്ള ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധം തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് നിങ്ങൾ വേദനിക്കും, അല്ലെങ്കിൽ വേദനിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല എൻ്റെ കാര്യം എന്ന് പറഞ്ഞു പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ആ ഒരു കർമ്മ കാര്യങ്ങളെയെല്ലാം പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ അവർക്ക് തീർച്ചയായിട്ടും പേടിയുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് ആ ഒരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫുൾ എനർജി നമുക്ക്, അതുപോലെ തന്നെ ഫോർ ഓഫ് വാൺസ് എനർജി, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും വീണ്ടും കണക്റ്റ് ആവാൻ, അല്ലെങ്കിൽ അവസാനിച്ചിടത്തുനിന്ന് വീണ്ടും ആരംഭിക്കാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനുള്ളൊരു ഡിസയർ അവർക്കുണ്ട്. മാത്രമല്ല ഇതിനകത്ത് തുടർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇനിയും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്ന് ഇരിക്കും എന്നുള്ളൊരു കാര്യവും ഈ വ്യക്തിക്ക് അറിയാം. പക്ഷേ എങ്കിലും അവരുടെ മനസ്സ് ഇത് വിട്ടുകളയാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതുപോലെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെമ്മറീസ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ കൂടുതലും നിങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഒരു ഏഹ്, എന്താ പറയുക, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് മാത്രം കൊടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവരിവിടെ ആ ഒരു ടവർ എനർജിയെ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വീണ്ടും എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ചെകുത്താനും കടലിനും നടുക്ക് വിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൺ മറ്റൊരാളോട് പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഒന്ന് ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള പേഴ്സൺ, ഒരു ഫെയിം ഉള്ള ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം അങ്ങനെ നമുക്കൊരു സ്റ്റാർഡമോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുറച്ച് പേര് അറിയുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പലരും വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ളൊരു ഫിയറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൊസൈറ്റി ഫിയറും കൂടിയുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരെന്തെങ്കിലും ഒരു നിലപാട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊപ്പം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ച് മാറിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജിന് കോട്ടം തട്ടുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവാം. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നതിന് ഉള്ള കാരണമായിട്ട് പല പല ഫാക്ടേഴ്സും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അങ്ങനെയാണ് ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട്. ഒരു കോൺസിക്വൻസസും കാര്യങ്ങളും ചിന്തിക്കാതെ ഇതിനകത്തേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു തകർച്ച ഉണ്ടായി പോകും. ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഫിയർ ആയിരിക്കാം. അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളെ ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ടാവില്ല. കാരണം നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ട് പോയൊരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ എനർജി നോക്കിയപ്പോൾ കണ്ടതാണ് ആ ഒരു 3 ഓഫ് സോർഡ്സ് എനർജി. അപ്പോൾ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ട് പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ത് പറഞ്ഞ് വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതും അവരുടെ ഒരു കൺസേൺ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും അവരുടെ മനസ്സ് അവരെ അതിന് അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഒരു കുറ്റബോധം അതിന് അനുവദിക്കുന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവരുടെ ഒരു ഫിയർ, നമ്മൾ പറഞ്ഞ ആ ഒരു ജഡ്ജ്മെന്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഭയക്കുന്നുണ്ട്. നിങ്ങളുടെ ശാപം കിട്ടുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. അതെല്ലാം ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയ അത്ര എളുപ്പമല്ല അവർക്ക് മുന്നിലേക്ക് പോകാനായിട്ട്. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഫിസിക്കലി ചെയ്യുന്നത് പോലെയല്ല. നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു ധാരണയിലായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ മൈൻഡ് അത് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു പോയത് തെറ്റാണ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രഷർ തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ ഒരു എൻജോയ്മെന്റ് ഉള്ള മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ കടന്നു വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയില്ല. നമുക്ക് എപ്പോഴും ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്കതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ഹോപ്പ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ച് ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ആ ഒരു 5 ഓഫ് വൺസ് എനർജിയാണ്. കാരണം വീണ്ടും അതിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയാം. ഈ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാരണവശാൽ വീണ്ടും നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ആയിരിക്കാം. വീണ്ടും വഴക്ക്, ബഹളങ്ങൾ, കാര്യങ്ങളായിരിക്കാം. അതെല്ലാം സംഭവിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അറിയാം. എങ്കിലും അവർക്കിത് വിട്ട് കളയാൻ കഴിയില്ല. എത്ര എന്താ പറയാ, ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ ഒരു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നോക്കി നിൽക്കുകയാണ്. ഒരു വിളക്ക് പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രതീക്ഷയോടുകൂടി അവർ നിങ്ങളെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും തുടർന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള രീതിയിലെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പഴയ ഇൻറ്റിമസിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ കണക്ഷൻ വിട്ട് കളയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കാൻ വരുന്നൊരു സമയത്ത് പറയാറുണ്ട്, അവരുമായിട്ട് ഒരുപാട് നാളുകളായിട്ട് കോൺടാക്റ്റ് ഇല്ല. പക്ഷെ ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ തുടർന്നില്ല എന്നുണ്ടെങ്കിലും ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആ പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ നമുക്ക് ഇതിനകത്തും കാണാം. അതായത് ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ലൈഫിന് ചാലഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കണക്ഷൻ വിട്ടുകളയാൻ, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദമായിട്ടെങ്കിലും ഇത് നിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരു ചിന്താഗതിയിലാണ്
ഇപ്പം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആരോടാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും അവരോട് വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തെറ്റ് പറ്റിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹോണസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം ആദ്യം നമ്മൾ എടുത്ത ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതല്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വേദന അനുഭവിച്ച് ഇപ്പോഴും മനസ്സിനകത്ത് ആ ഒരു വിങ്ങലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത ആരുടെയൊക്കെയോ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ എത്ര കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും വീണ്ടും ആ ഒരു കണക്ഷനെങ്കിലും തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.